അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളെ കണ്ട് ഞാൻ കണ്ടതിൽ ചുട്ട് Names Tuber has donated 40 രൂപ. NKMRZ Denigile driver AYITT vacancy Tharmo BR. ഇപ്പൊ ഡ്രൈവിംഗ് പണിയാൽ റാമ്പോ എടുക്കുന്നുണ്ട്. ഡ്രൈവറിന് അതിന് പ്രത്യേക വേറെ ആളെ നമ്മളിനി ഹയർ ചെയ്യുന്നില്ല ഡാമാജിൽ. എഡിറ്ററും കൂടെ ഉള്ളു, വേറെ ആരും ഹയർ ചെയ്യുന്നില്ല. ചിലപ്പോൾ ഒരാളും കൂടെ ഹയർ ചെയ്യും. ഓക്കെ ഓക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരാളെ കണ്ട് ഞാൻ കണ്ടതിൽ ഒട്ടും എക്സൈറ്റിംഗ് അല്ലാത്ത ഒരാൾ. ഒരൊറ്റ കാര്യം പോലും തനിക്ക് അനുകൂലമായി സംഭവിക്കില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരാൾ. അയാൾ ജീവിച്ചാലും മരിച്ചാലും ഒരു വ്യത്യാസവും ഇല്ലെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന ഒരാൾ. പക്ഷെ വായത്തിന് അയാൾക്കൊരു അവസരം കിട്ടി. നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു പിടിക്കേണ്ട ഒരു അവസരം. അയാൾ ആഗ്രഹിച്ച പോലത്തൊരു ജീവിതവും. ഡബിള് വീഡിയോ നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. താങ്ക് യു. നല്ലൊരു വീഡിയോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരാളെ കണ്ട് ഞാൻ കൂടി കാണാന്ന് വിചാരിച്ചിട്ടാ മതിയോ? നല്ല എന്തോ ഒരു സന്തോഷം കുറച്ച് ഡബിള് വീഡിയോ ആയിരുന്നു. കാര്യം പറഞ്ഞ ഡിസ്കോഡ് കയറാൻ പറഞ്ഞത് നല്ലൊരു തീരുമാനമായിരുന്നു. ഈ കണക്കൊന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല പിള്ളേരെ. ഗ്രൗണ്ടിൽ പോയി വല്ല ഫുട്ബോളും കളിക്കും. പോ എല്ലാം ഇറങ്ങിപ്പോ. പരീക്ഷകളൊന്നും ഈ മാർക്ക് വീട്ടിൽ കൊണ്ടുപോയി കാണിക്കണ്ട. നല്ല അടി കിട്ടും. നിങ്ങൾ തന്നെ ഒരു ഒപ്പിട്ടിങ്ങ് തന്നാ മതി. എല്ലാവരും തുണ്ട് വെച്ച് പരീക്ഷ എഴുതിക്കും. പ്രിൻസിപ്പലിനെ ഞാൻ സ്റ്റാഫ് റൂമിൽ പൂട്ടിയിട്ടിട്ടുണ്ട്. നീ ഇത് കാണില്ല. ഇപ്പൊ മൊത്തം ഇൻസ്റ്റ മൊത്തം ഇതാ വരുന്നത്. നല്ല റിയലിസ്റ്റിക് ആയിട്ട് പരിപാടി ചെയ്യുന്നത്. അത് ഈസിയാ, ചെയ്യാൻ ഈസിയാ. തൊപ്പി അടിച്ചുപോലെ നിങ്ങളും മറ്റുള്ളവരുടെ തലയുടെ പുറകിൽ ഇതുപോലെ ശക്തിയായി അടിച്ചാൽ നിങ്ങളുടെ ഉമ്പിയ ബ്രെയിൻസ് കള്ളിനകത്തുനിന്നും ഇളകും. ഇത് നിങ്ങൾക്ക് തലവേദന, വിഷൻ ബ്ലർ, വൊമിറ്റിംഗ് കൂടാതെ ബ്രെയിനൽ ബ്ലീഡിംഗ് പോലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. തലയ്ക്ക് അടിക്കുന്ന നിങ്ങളുടെ ഉമ്പിയ ഫ്രണ്ട്സിനും തൊപ്പിക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കൂ. ഇതുപോലുള്ള അറിവുകൾക്ക് ഡോക്ടർ ഡിങ്കുവിനെ ഫോളോ ചെയ്യൂ. കിട്ടാൻ കാത്തിക്കാൻ തോന്നല്ലേ? അത്ര പാറിലല്ല അടിക്കുന്ന. അങ്ങനല്ല, നല്ല അടി അടിച്ചാലല്ല അങ്ങനല്ല. ഈ ഒരു അടിക്ക് കുഴപ്പമുണ്ടാവും. എടാ ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് വീഡിയോ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത് ഇതിങ്ങനെ ഇതാക്കുന്നതാ, മനസ്സിലായി? ഇങ്ങനെ ആക്കുന്നതാ. അല്ലാണ്ട് അടി തുറവ് ഇങ്ങനെ അടിക്കണം. അല്ല വേദനിപ്പിക്കും, അത് വേറെ കാര്യം. പിന്നെ വേദന വേണം, പിന്നെ ഇല്ലെങ്കിൽ ഇപ്പൊ പഠിക്കൂല. ഞാൻ കാര്യം പറഞ്ഞു, ഞാൻ ഇടക്കിടക്ക് അടിക്കലുണ്ട്. പക്ഷെ അങ്ങനെ ഡാമേജ് ആവുന്ന ലെവലൊന്നും ഞാൻ അടിക്കലില്ല. പക്ഷെ ഇത് അമ്മ ഇവന്മാരെന്തെങ്കിലും കിട്ടാൻ കാത്തിക്കുന്നതെന്ന് തോന്നണം. ഇത് ആരാ ഡിങ്കുവോ? ഡിഗ്രി വണ്ടന്മാർ ഇറങ്ങി വെള്ളം വാങ്ങിക്കാൻ ആഗ്രഹമുള്ള കാർ ഏതായിരിക്കും? എനിക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുള്ള കാർ ഏതായിരിക്കും? എനിക്ക് ഡെയിലി യൂസ് ആയിട്ട് എടുക്കാനാണെങ്കിൽ ഓൾവേസ് ഒരു പോർഷൻ 911. പെർഫോമൻസ് ഓറിയന്റഡ് ആണെങ്കിൽ ഒരു GT3. Porsche 911 GT3. ഒരു വണ്ടിയാണ് മോനെ. പോർഷെ 911 എന്ന് പറഞ്ഞാണ്ടല്ല, ഒരു ശരിയായ വണ്ടിയാവന. അത് നിങ്ങൾക്ക് ആർക്കും അതിന്റെ ഫീലിംഗ് മനസ്സിലാവില്ല. നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ഒരുത്തനും ഇതിന്റെ സംഭവം മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞ അതാ, ഞാൻ നിങ്ങളോട് ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയുക. സ്വിഫ്റ്റ് നിന്റെ ഇതോ പിന്നെ ഫോർ എവർ കാർന്ന ദുൽഖർ സൽമാൻ പറഞ്ഞു കേട്ടോ. അത് വെറുതെ അവൻ പറയും അങ്ങനെ. അത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എല്ലാം വിടും. പിന്നീട് പാവ ഈ ചങ്ങാൻ ഈ അലിൻ ജോസിനെ ഈ എന്തിനാടാ എല്ലാരും ഇങ്ങനെ അടിക്കുന്നത്, ഇങ്ങനെ ബുള്ളി ചെയ്യുന്നതിനാടാ? എല്ലാരും പിടിച്ചതിനാണ് ബുള്ളി ചെയ്യുന്നതാണല്ലേ പാവം. അതാണ് എന്റെ മെയിൻ പരിപാടി.
മിണ്ടാണ്ട് പോയാ മതി അങ്ങനെ. തുണിയില്ലാണ്ട് എന്താ പറഞ്ഞ അതാ വരുന്നുണ്ട് SJP എന്നെല്ലാം പറഞ്ഞു. പെങ്ങളോ പെണ്ണുങ്ങളോ കേക്കുന്നില്ലല്ലോ. തുണിയിലാണ്ട് കിട്ടണവന് അതാണ് എന്റെ മെയിൻ പരിപാടി. ഞാൻ തെളിവാക്കിട്ടാ പോക്കാണ് എന്റെ പരിപാടി. പട്ടികളാണ് പലതും പറയൂ ആൾക്കാർ ഇങ്ങനെ പലതും പറഞ്ഞു. ഇവന്റെ വർത്താനം കേൾക്കുമ്പോ ചിരി വരും. ഇത് മാറ്റിയ SJP വരാൻ തുടങ്ങിയല്ലേ ചാറ്റില്. നീ ആ കണ്ണട വരിക നീ തമാശ കളിക്കല്ല. ഇത് എപ്പോ ഉണ്ടല്ല ഇത് ഈ നായ ഞാൻ റിയാക്ട് ചെയ്യുമ്പോ വന്നിട്ട് ഡിസ്റ്റർബ് ചെയ്യല്ലേ ഇഷ്ടമല്ല. ഞാൻ കാര്യം പറയാം. ഞാൻ ഇവിടെ ലൈവ് ചെയ്ത് കൊടുക്കല്ലോ, ജോലി ചെയ്ത് കൊടുക്കല്ലേ, പിന്നെ ബാക്ക് അടിക്കലും ചെയ്തു. ഞാൻ കണ്ണട വരിക. ഇതാക്കാൻ കുറെ നാറികളും നീയും ഉണ്ട് അതിന്റെ അന്നിപ്പോ എല്ലാരും അങ്ങനെ വിളിക്കുന്നത്. നീ കണ്ണട പറ്റൂല. ജസ്റ്റ് കണ്ണട വരെ നോക്ക്. എടാ കറക്റ്റ് അലിൻ ജോസ് പെരേര പോലെ കാര്യം പറയാ. പുള്ളിക്കെതിരെ കേസൊന്നുമല്ല, പറയുന്നില്ല. അനാവശ്യമായിട്ടുള്ള കേസ് എന്റെ പേര് വന്നതാണ്. അത് അനാവശ്യമായിട്ട് കേസ്. ആ കേസിനെ പറ്റി പറഞ്ഞു. നീ 2 പ്രാവശ്യം ഇങ്ങനെ നാറ്റിക്കാനും ഇവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാനും എല്ലാം ചെയ്യുന്നത്. ഞാനെന്ത് ഈ വീഡിയോ തീരണ്ടേ? ഇത് ചാറ്റിലെന്താ ട്രാൻസ്ജെൻഡർ കേസിൽ കൂലി പറഞ്ഞു ഒറ്റ ഉണ്ടാക്കിയത് എനിക്കിട്ട് ഇനിയും കൊണ്ടാ കുറച്ചും കൂടി കൊണ്ടാ കിട്ടിയൊന്നും പോരാന്ന് പറഞ്ഞിട്ട്. അതെന്തൊരു മാസാലേ. നീ ഇത് ശരിക്കും ഒരു മാസാടാ. നിങ്ങ ഇതൊരു സിനിമയില സീനായിട്ട് ആലോചിച്ച് നോക്കിയാ. ഒരു നോട്ടമുണ്ടാ പറ. ഇപ്പൊ ഒരു നോട്ടമുണ്ടാ. ട്രാൻസ്ജെൻഡർ കേസിൽ കൂലി പറഞ്ഞു ഒറ്റ ഓ എടിയേ ഇതൊരു എഡിറ്റ് ആയിട്ട് ഇറക്കാം. ഇത് നോക്കിയാ നീ ഭയങ്കര മാസാന്നല്ല ആള്. നീയല്ലേ ഇത് തിരിച്ചു നോക്കിയിട്ടാ. ഇപ്പൊ എന്തോ വീശനെ കൊണ്ട് എന്താക്കുന്നത്. ഇതെല്ലാം മോനെ ശരിയായ മാസ സീനാ ഇത്. ഓക്കെ എന്തൊരു മാസടാ നീ. തമാശ കളിക്കില്ല. പുറത്തെ ആൾക്കാർ പറഞ്ഞ SJP വിളിച്ചടാ ഇവരെ. ബസ്സിന്ന് പിള്ളേർ വെച്ചത് നമ്മള് വണ്ടി പോയിക്കൊടുക്ക. അപ്പൊ വണ്ടി കണ്ടപ്പോ ഇത് മനസ്സിലായി നമ്മുടെ സ്റ്റിക്കർ ഉള്ളതുകൊണ്ട്. എനിക്ക് കൊറേ സമയം അടുത്ത കൂടി ഇങ്ങനെ ബസ് പോയിട്ട് ലാസ്റ്റ് പോകുമ്പോ ഒരു ചെക്കൻ SJP അലിൻ ജോസ് പെരേരന്റെ ഇതാക്കിട്ട് SJP പോയി. ഇവ അലിൻ ജോസ് പെരേരായിട്ട് നല്ല ബന്ധമുണ്ട്. സത്യം ഒരു ബന്ധവുമില്ല. നല്ല സാമ്യതയുണ്ട്. മാറ്റി ഇത് മാറ്റി അടുത്ത് വെക്ക്. എല്ലാരും SJP പറയുന്ന എല്ലാരും SJP പറയുന്ന പാവടാ. എന്തിനാ പാവം. നല്ല ചങ്ങായിന്റെ കാര്യം പറഞ്ഞത്. എന്തിനാ എല്ലാരും ഇങ്ങനെ അയാളെ തല്ലുന്നത്? ആരാണോ എന്തിനാ നിങ്ങളോട് വന്നേ? എന്തിനാ സുഹൃത്ത് ചുമ്മാ നുണ പറഞ്ഞ ഇവിടെ വന്നേ? നുണ പറയുന്നൊക്കെ തെറ്റാ നിങ്ങൾക്കറിയില്ലേ? നിങ്ങളെന്ന് ആര് വിളിച്ച് പറ്റിച്ചിരിക്കുന്നു? എന്നെ അറിയോ? എന്റെ പൊന്നു സഹോദരൻ, ഞാനാണ് നിങ്ങളെ അന്വേഷിക്കുന്ന തങ്കൻ ജ്യേഷ്ഠൻ. എന്നെ കണ്ടിട്ടുണ്ടോ? ചേട്ടന് ഫേസ്ബുക്കില് നേരിട്ട് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാണ് സഹോദരി ചുമ്മാ നുണ പറഞ്ഞ ഈ നാട്ടിൽ വന്നത്? ചേട്ടാ നുണ പറയുന്നത് തെറ്റാന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ? എത്ര മഹാഭാവം ചെറിയ കണ്ടിട്ടില്ല. സത്യം ഇതിന്റെ ശരിക്കുള്ള ഡയലോഗ് ഇങ്ങനെ ഭീതിപ്പെടുത്തുന്ന ശബ്ദത്തിൽ കൊച്ചി നഗരത്തിലുള്ള ഒരു ആഡംബര കാർ ചെറിഞ്ഞു. ഈ വണ്ടി നമ്മളില്ല മോനെ. ഈ വണ്ടിന്റെ 2 പിള്ളേർ കാസർഗോഡുള്ള 2 പിള്ളേരാ
നമ്മൾ മീറ്റ് ചെയ്താ ഒരു ഡോഡ്ജ്, ഈ ഡോഡ്ജ് ചാലഞ്ചറും പിന്നെ ഒരു ചാർജർ, 2 വണ്ടിയുണ്ട്, 2നും മീറ്റ് ചെയ്താ. ഞാൻ ഫുള്ള് വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. നാളെ മറ്റന്നാളായിട്ട് വ്ളോഗ് അപ്ലോഡ് അത് സെറ്റ് ആക്കണം. അവിടെ വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കോഴിക്കോട് പോയപ്പോൾ ഇവരെ കണ്ടിട്ട് പോയാ ഇത് വാർത്തയിൽ എന്തല്ല പറയുന്നത്. ഞാൻ ഈ വാർത്ത ഭീതിപ്പെടുത്തുന്ന ശബ്ദത്തിൽ കൊച്ചി നഗരത്തിലുള്ള ഒരു ആഡംബര കാർ ചെറിപ്പാഞ്ഞുപോയി. ദുബായ് രജിസ്ട്രേഷൻ നമ്പറുള്ള കാറിനെ കുറിച്ച് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം തുടങ്ങി. സൈലൻസറിലൂടെ തീയും പുകയും ശബ്ദവും പുറത്തേക്ക് തള്ളിയാണ് കാറ് മരണ ഓട്ടം നടത്തിയത്. മോനെ സീൻസ് ആണ് ഇത്, സൗണ്ട്, ഇതിന്റെ പെർഫോമൻസ് മോനെ 2 ദിവസം നമ്മളതിലുണ്ടായിരുന്നത്. കാരണം 2 ദിവസം നമ്മള് തൃശ്ശൂര് കോഴിക്കോടല്ല ഈ വണ്ടി എടുത്ത ഇവർ 2 ആൾക്കാരുണ്ട്. ചെമ്മും മറ്റവന്റെ പേര് ചെക്കു. 2 കാസർഗോഡിലുള്ള ചെമ്മും ചെക്കും. ഇത് ചെമ്മുവിന്റെ വണ്ടി, ഇത് ചെക്കുവിന്റെ വണ്ടി. ഇവർ 2 ആളെ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് കണ്ട് പിന്നെ നമ്മൾ ഫുൾ കമ്പനി ആയി 2 ദിവസം ഫുൾ നമ്മൾ ഒരുമിച്ചായിരുന്നു. തൃശ്ശൂരേക്ക് പോയി, പിന്നെ അതിൻ്റെ കോഴിക്കോടേക്ക് എവിടെല്ലോ പോയി നമ്മൾ വണ്ടീൻ്റെ കുറേ വീഡിയോ ഷൂട്ടും എന്തെല്ലോ ചെയ്തു. നൈസായിരുന്നു. ഇവരെന്തിനീ വാർത്തയിലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഇതിന്റെ സൗണ്ട് ഇങ്ങനെയാ, ഇവന്മാർക്ക് ഇത് അറിയില്ല. ഈ കാറിന് പിന്നാലെ നമ്മുടെ ആൻമരിയ സണ്ണി ഉണ്ട്. ആൻമരിയ സണ്ണി, ഗുഡ് മോർണിംഗ്. ഇത് ആരുടെ കാറ്? എന്തിനിത് ഇങ്ങനെ വേഗത്തിൽ ഓടിച്ച് മനുഷ്യ ബുദ്ധിമുട്ടിച്ച് പറയൂ. എന്താലേ ഈ ശ്രീകുണ്ടൻ നായർ എങ്ങനെയല്ല സംസാരിക്കുന്നതിനെ കുറിച്ച്? ആരുടെ കാറാണ് ഇത്? എന്തൊക്കെയാണ് ചെയ്തതല്ലേ ചോദിക്കുന്നത് ചങ്ങായി. പറഞ്ഞതുപോലെ തന്നെയാണ് പൊതുജനങ്ങൾക്ക് മുഴുവനായിട്ടും ഒരു ബുദ്ധിമുട്ട്. അത് യാത്രക്കാർക്ക് മാത്രമല്ല, ആ പരിസരത്ത് ആ നിമിഷം അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും വലിയ. ബ്രോ, അപ്പൊ ദുബായിലൊന്നും ആർക്കും ബുദ്ധിമുട്ടില്ലേ? അല്ല ഈ കേരളത്തിന്റെ മാത്രം നിങ്ങൾ ഇത് നോക്കുന്നത്. അപ്പൊ എടാ ഈ വണ്ടിന്റെ സൗണ്ട് ഇങ്ങനെയാ, അതിനെന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ എന്റെ VM ആയാലും എന്റെ V8 എഞ്ചിന് അതിന്റെ സൗണ്ട് അങ്ങനെയാ, എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോക്കായിട്ട് വണ്ടി അങ്ങനെയാണ് തരുന്നത് കമ്പനിയിൽ നിന്ന്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടാണ് ഈ ഒരു ആഡംബര കാർ ഇങ്ങനെ പാഞ്ഞെടുക്കുന്നത്. അത് അമിത വേഗത്തിൽ പറക്കുന്നു എന്ന് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഈ സൈലൻസറിൽ നിന്ന് തീയും പുകയും അതോടൊപ്പം വലിയ ശബ്ദവും പുറത്തേക്ക് തള്ളിക്കൊണ്ടാണ് ഈ ആഡംബര കാർ അമിത വേഗത്തിൽ ഇങ്ങനെ പാഞ്ഞു പോകുന്നത്. ഇതെന്താ ഇട്ട വീഡിയോ തന്നെ പിന്നെ ഇട്ടില്ലേ? മോഡറേറ്റേഴ്സ് ഞാൻ ഇപ്പൊ നോക്കുന്നില്ല, ഞാൻ ഇപ്പൊ ഡിസ്കോഡ് തീരെ കേറുന്നില്ലല്ലേ. മോഡ്സ് ഇട്ട വീഡിയോ റിപ്പീറ്റ് വരുന്നുണ്ട്, അതെല്ലാം ഒന്ന് കളയണം. ഇട്ട വീഡിയോ റിപ്പീറ്റ് വരുന്നതൊന്ന് ഇവരെനിക്ക് നാളെ ഈ വണ്ടി കൊണ്ടുതരാന്ന് പറഞ്ഞു. നാളെയോ മറ്റന്നാളെ. ഇത് ടോയ് കാർ എടാ, ഇത് നമ്മളെ വണ്ടി പോലത്തെ റെപ്ലിക്ക. കറക്റ്റ് ഡീറ്റെയിൽസ് നോക്കണം, നല്ല ചെയ്തിട്ടുണ്ട്. നാളെ കൊണ്ടുതരാന്ന് പറഞ്ഞു. പക്ഷെ നാളെ ലൈവ് ഉണ്ടാവില്ല, പക്ഷെ ഞാൻ അടുത്ത ലൈവിൽ കാണിച്ചു തരാം. എനിക്ക് മെസ്സേജ് അയച്ചു ഡബ്ല്യു സാധനം എല്ലാരും ഡബ്ല്യു സ്പാമേ. എന്താ ഇവരെ പേരെന്തായിരുന്നു? എല്ലാരും ഡബ്ല്യു സ്പാമേ. SJP എല്ലാം കളഞ്ഞിട്ട് ഡബ്ല്യു സ്പാമേ. ഓ ചാറ്റ് മൊത്തം SJP വരുന്നുണ്ടല്ലേ. സ്റ്റാർ ബോയ്